നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി. ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയായ റവാഡ നിലവിൽ IB സ്പെഷ്യൽ ഡയറക്ടറാണ്. 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനായ റവാഡ നയതന്ത്ര ചാതുര്യം കൂടിയുള്ള ഉദ്യോഗസ്ഥനാണ്. IBയുടെ സ്പെഷ്യൽ ഡയറക്ടറായി ഉയർത്തപ്പെട്ടതിനിടെയാണ് സംസ്ഥാന പോലീസ് മേധാവി തസ്തികയിലേക്ക് വരാൻ താൽപ്പര്യമറിയിച്ചത്. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സ്തുത്യർഹ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. സർവീസിൻ്റെ തുടക്കം മുതൽ പിന്തുണ നൽകിയവർക്ക് നന്ദിയെന്ന് പടിയിറങ്ങുന്ന DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്. തിരുവനന്തപുരത്ത് യാത്രയക്കൽ പരേഡിൽ പങ്കെടുത്ത് സംസാരിക്കവേ പരാതിക്കാരോട് മാന്യമായി പെരുമാറണമെന്നാണ് താൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിഫോം താൽക്കാലികമാണെന്നും യൂണിഫോം ഇല്ലെങ്കിലും കർത്തവ്യബോധമുള്ളവരാകണമെന്നും DGP പറഞ്ഞു. കേരള പോലീസ് മികച്ച സേനയാണെന്നും തുടർച്ചയായി കേന്ദ്ര അവാർഡ് ലഭിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരെ നിയമിച്ചതിൽ പ്രതികരണവുമായി P. ജയരാജൻ. കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടത്തിയവരിൽ ഒരാളാണ് റവാഡയെന്നും മെറിറ്റ് കണക്കിലെടുത്തായിരിക്കും നിയമനമെന്നും ഇക്കാര്യം വിശദീകരിക്കേണ്ട സംസ്ഥാന സർക്കാരാണെന്നും UPAC ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്ന നിതിൻ അഗർവാൾ CPMകാരെ തല്ലിച്ചതച്ചയാളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖറിനെ നിയമനത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൂത്തുപറമ്പ് കേസിൽ റവാഡയെ കോടതി ഒഴിവാക്കിയതാണെന്നും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ കോടതി തീരുമാനം എടുത്തതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. റവാഡ വെടിവെപ്പിൻ്റെ 2 ദിവസം മുൻപ് മാത്രം ചുമതലയേറ്റയാളാണെന്നും റവാഡയ്ക്ക് കാര്യമായ അറിവോ പരിചയമോ ഇല്ലെന്നും പാർട്ടി സർക്കാർ തീരുമാനത്തിനൊപ്പമാണെന്നും ഈ വിഷയത്തിൽ P. ജയരാജൻ്റെ പ്രതികരണം വിമർശനമായി കാണുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സമിതിയെ നിയോഗിച്ചതിൽ തൃപ്തിയുണ്ടെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചെറക്കൽ പറഞ്ഞു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ശാശ്വത പരിഹാരം വേണമെന്നും ഡോക്ടർ ഹാരിസ് ചെറക്കൽ പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി, കോട്ടയം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. കേരള സർവകലാശാലയുടെ ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറെ കുറ്റപ്പെടുത്തി VCയുടെ റിപ്പോർട്ട്. ഗവർണറെ ബോധപൂർവം തടഞ്ഞു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. രജിസ്ട്രാർ ബാഹ്യസമ്മർദ്ദത്തിന് വഴങ്ങിയെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്തു. ട്രെയിൻ തൽക്കാൽ ടിക്കറ്റ്